നിങ്ങളുടെ കോച്ചിങ് ബിസിനസ് ലാഭകരമാക്കാനായിട്ട് എന്തൊക്കെ കാര്യങ്ങളാണ് ചെയ്യേണ്ടത്? എൻ്റെ പേര് ജയൻ പ്രഭാകർ, ഞാനൊരു ഡിജിറ്റൽ കോച്ചാണ്. നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. ഇന്ന് ഞാൻ ഷെയർ ചെയ്യാൻ പോകുന്നത് നിങ്ങളുടെ കോച്ചിങ് ബിസിനസ്സിനെ ലാഭകരമാക്കി മാറ്റാനായിട്ട് ഏതൊക്കെ മാർഗങ്ങളിലൂടെ സാധിക്കും. ഒന്നാമത്തെ പോയിന്റ്, ബിൽഡ് അലയൻസ്. എന്താണ് അലയൻസ്? നിങ്ങൾ ആരോഗ്യ മേഖലയിലാണ് കോച്ചിങ് ചെയ്യുന്നതെങ്കിൽ മറ്റ് പല സെഗ്മെൻറ്റ് നിൽക്കുന്ന ആളുകളുമായിട്ട് അലയൻസ് ചെയ്തുകൊണ്ട് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്യുമ്പോൾ ഉള്ള അഡ്വാൻറ്റേജ് ധാരാളം ആളുകൾ പ്രോഗ്രാം കേൾക്കാനായിട്ട് വരും. അതിൽ ലീഡ് നിങ്ങൾക്ക് ഷെയർ ചെയ്യാനായിട്ട് സാധിക്കും. അതിൽ നിന്ന് കൂടുതൽ ലാഭം നിങ്ങൾക്ക് നേടാനായിട്ട് സാധിക്കും. നിങ്ങളുടെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യും. അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിൻ്റെ പ്രോഡക്റ്റ് പർച്ചേസ് ചെയ്യുമ്പോൾ നിങ്ങൾക്കത് 50-50 ഷെയറിൽ നിങ്ങൾക്ക് ചെയ്യാനായിട്ട് സാധിക്കും. ബേസ്ഡ് ഓൺ നിങ്ങൾ ഏത് രീതിയിലാണ് ഇടപെടുന്നത്, അല്ലെങ്കിൽ ഏത് രീതിയിലാണ് നിങ്ങളുടെ ആ ഒരു അലൈൻമെൻറ്റ് നിങ്ങൾ ചെയ്തിരിക്കുന്നത് എന്നതിനെ ആശ്രയിച്ച് 50 അല്ലെങ്കിൽ 40% നിങ്ങൾക്ക് ഡിവൈഡ് ചെയ്തുകൊണ്ട് അലയൻസിലൂടെ നിങ്ങളുടെ കോച്ചിങ് ബിസിനസ്സിനെ ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, അപ്ലൈ ഓട്ടോമേഷൻ. ഓട്ടോമേഷൻ്റെ സാധ്യത ഉപയോഗിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ധാരാളം സമയം ലാഭിക്കാനായിട്ട് സാധിക്കും. ഫോർ എക്സാമ്പിൾ, നിങ്ങൾ വെബിനാർ കണ്ടക്ട് ചെയ്യുന്നു. ആ വെബിനാർ നിങ്ങൾ ഓട്ടോമേറ്റ് ചെയ്യുന്നു. അപ്പോൾ 24/7 നിങ്ങളുടെ വെബിനാർ റൺ ചെയ്തുകൊണ്ടിരിക്കും. ആളുകൾ നിങ്ങളുടെ വെബിനാർ അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കും. താല്പര്യമുള്ള ആളുകൾ പർച്ചേസ് ചെയ്തുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളുടെ ആബ്സൻസിൽ പോലും ആ ഒരു ഓട്ടോമേഷൻ്റെ സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അതുപോലെ ലീഡ് ഓട്ടോമേഷൻ, സെയിൽസ് ഓട്ടോമേഷൻ, ഫണൽ ഓട്ടോമേഷൻ, സപ്പോർട്ടിംഗ് ഓട്ടോമേഷൻ, അതുപോലെ വെബിനാർ ഓട്ടോമേഷൻ. ഈ ഓട്ടോമേഷൻ്റെ വൈഡ് വെറൈറ്റീസ് ഓഫ് സാധ്യത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങളുടെ ബിസിനസ്സിനെ നിങ്ങൾക്ക് സ്കെയിലപ്പ് ചെയ്യാനായിട്ട് സാധിക്കും. തേർഡ് പോയിന്റ്, ക്രിയേറ്റ് പാർട്ണർ പ്രോഗ്രാം. എന്താണ് പാർട്ണർ പ്രോഗ്രാം? ഉദാഹരണത്തിന്, നിങ്ങളുടെ സ്റ്റുഡൻസ് നിങ്ങളുടെ പ്രോഗ്രാമിലൂടെ അവർക്ക് ധാരാളം റിസൾട്ട് കിട്ടുന്നു. അവരോട് നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാനായിട്ട് പറയുക. സ്വാഭാവികമായിട്ട് നിങ്ങളുടെ പ്രോഗ്രാമിന് നല്ല റിസൾട്ട് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഓട്ടോമാറ്റിക്കലി നിങ്ങളുടെ സ്റ്റുഡൻസ് നിങ്ങളെ പ്രൊമോട്ട് ചെയ്യും. സ്റ്റുഡൻസ് പ്രൊമോട്ട് ചെയ്യുമ്പോൾ അവർക്ക് ഒരു കമ്മീഷൻ വ്യവസ്ഥയിൽ ഒരു 40% അല്ലെങ്കിൽ 30% അല്ലെങ്കിൽ 50% രീതിയിൽ കമ്മീഷൻ വ്യവസ്ഥയിൽ അവരോട് നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യാൻ പറയുകയാണെങ്കിൽ തീർച്ചയായിട്ടും അവർ നിങ്ങളുടെ പ്രോഡക്റ്റ് പ്രൊമോട്ട് ചെയ്യും. അതുവഴി അവർ നിങ്ങളുടെ പാർട്ണറായി, നിങ്ങളുടെ പ്രോഗ്രാമിലെ പാർട്ണറായി, അതുവഴി അവർക്കൊരു വരുമാനം കിട്ടുമ്പോൾ തീർച്ചയായിട്ടും അവർ ധാരാളം ആളുകളിലേക്ക് നിങ്ങളുടെ പ്രോഡക്റ്റ്, നിങ്ങളുടെ കോച്ചിങ് ബിസിനസ് പ്രൊമോട്ട് ചെയ്യും. അതുവഴി നിങ്ങൾക്ക് നിങ്ങളുടെ കോച്ചിങ് ബിസിനസ്സിനെ ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഫ്ലൈ വീൽ. ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പോയിൻ്റാണ് ഫ്ലൈ വീൽ കോൺസെപ്റ്റ് ഇൻ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ. ആരാണോ ഡിജിറ്റൽ കോച്ചിങ് മേഖലയിൽ ഫ്ലൈ വീൽ അപ്ലൈ ചെയ്യുന്നത് അവരുടെ ബിസിനസ് വലിയ രീതിയിൽ ഗ്രോ ചെയ്യും. എന്താണ് ഫ്ലൈ വീൽ? ഇവിടെ നമ്മൾ ഒരിക്കലും ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുകയല്ല, മറിച്ച് കമ്മ്യൂണിറ്റിയാണ് ബിൽഡ് ചെയ്യുന്നത്. വി ആർ ബിൽഡിങ് കമ്മ്യൂണിറ്റീസ്. ഓക്കെ. അപ്പോൾ നിങ്ങളുടെ സ്റ്റുഡൻസ്, വളരെ ലിമിറ്റഡ് സ്റ്റുഡൻസ് ഉള്ളെങ്കിൽ പോലും അവർക്ക് ധാരാളം റിസൾട്ട് കൊടുക്കുക, മാക്സിമം വാല്യൂ അവർക്ക് കൊടുത്തുകൊണ്ടിരിക്കുക, അവർക്ക് റിസൾട്ട് കൊടുക്കുക. കസ്റ്റമേഴ്സിന് റിസൾട്ട് കൊടുക്കുമ്പോൾ എന്താണ് സംഭവിക്കുക? അവർ ധാരാളം ആളുകളെ നിങ്ങളിലേക്ക് റെഫർ ചെയ്യും. അങ്ങനെ റെഫർ ചെയ്യുന്നതനുസരിച്ച് കൂടുതൽ ആളുകൾ വീണ്ടും പുറത്തുനിന്ന് നിങ്ങളുടെ സിസ്റ്റത്തിലേക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഇങ്ങനെ ഈ ഫ്ലൈ വീൽ കോൺസെപ്റ്റിലൂടെ നിങ്ങളുടെ ബിസിനസ്സിനെ ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഫ്ലൈ വീൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്താണ്? നിങ്ങളുടെ സ്റ്റുഡൻസിന് റിസൾട്ട് കൊടുക്കുക, റിസൾട്ടിൽ മാത്രം ഫോക്കസ് ചെയ്യുക. ഒരു പ്രോഡക്റ്റ് സെല്ല് ചെയ്യുന്നതല്ലാതെ ഒരു കസ്റ്റമർ നിങ്ങളിലേക്ക് വന്നു കഴിഞ്ഞാൽ അവർക്ക് മാക്സിമം വാല്യൂ കൊടുത്ത് അവരെ ഏതൊക്കെ രീതിയിൽ സപ്പോർട്ട് ചെയ്യുക, അവർക്ക് റിസൾട്ടിലേക്ക് അവരെ എത്തിക്കുക. അപ്പോൾ റിസൾട്ടിലേക്ക് എത്തിക്കുമ്പോഴാണ് അവർ നല്ലൊരു ടെസ്റ്റിമോണിയലായിട്ട് മാറുന്നത്. അതിനനുസരിച്ച് അവർ ധാരാളം റെഫറൻസ് തരും. അതുവഴി വീണ്ടും വീണ്ടും കൂടുതൽ കസ്റ്റമേഴ്സ് നിങ്ങളിലേക്ക് വന്നുകൊണ്ടിരിക്കും. ഇങ്ങനെ ഒരു ഫ്ലൈ വീൽ കോൺസെപ്റ്റിലൂടെ നിങ്ങൾക്ക് നിങ്ങളുടെ ബിസിനസ്സിനെ ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. നെക്സ്റ്റ് പോയിന്റ്, ഹൈ ടിക്കറ്റ് പ്രോഗ്രാം. എന്താണ് ഹൈ ടിക്കറ്റ് പ്രോഗ്രാം? 50,000 രൂപയ്ക്ക് മുകളിൽ വാല്യൂ ഉള്ള ഏത് കോഴ്സിനെയും ഹൈ ടിക്കറ്റ് കാറ്റഗറിയിൽ പെടുത്താവുന്നതാണ്. ഫോർ എക്സാമ്പിൾ, ഇവിടെ ഇപ്പം എൻ്റെ ഇൻസൈഡ് കമ്മ്യൂണിറ്റിയിൽ ഞാൻ പഠിപ്പിക്കുന്നത് ലെവൽ 1, ലെവൽ 2, ലെവൽ 3 മോഡൽ ബിൽഡ് ചെയ്യാനായിട്ട് പഠിപ്പിക്കുന്നത്. എന്താണ് ലെവൽ 1 എന്ന് പറയുമ്പോൾ? ഒരു 5,000 rupees റേഞ്ചിലുള്ളൊരു കോഴ്സ് ഉണ്ടാവും. ലെവൽ 2 എന്ന് പറയുമ്പോൾ ഒരു 15,000-നും 20,000-നും ഇടയ്ക്കുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. ലെവൽ 3 എന്ന് പറയുമ്പോൾ 50,000 രൂപയ്ക്കും 1.5 ലക്ഷം രൂപയ്ക്കും ഇടയ്ക്കുള്ള ഒരു പ്രോഡക്റ്റ് ഉണ്ടായിരിക്കും. ഇങ്ങനെ നിങ്ങളുടെ
മീൻസ് ലെവൽ 1ലേക്ക് വരുന്ന ആളുകളെ ലെവൽ 3ലേക്ക് ലെവൽ 2ലേക്കും ലെവൽ 3ലേക്കും കൺവേർട്ട് ചെയ്യുക. അവരുടെ തീർച്ചയായിട്ടും പ്രോഡക്റ്റിന് റിസൾട്ട് ഉണ്ടെങ്കിൽ എന്താണ് ലെവൽ 2ലേക്കും ലെവൽ 3ലേക്കും ഓട്ടോമാറ്റിക്കലി ആളുകൾ അപ്ഗ്രേഡ് ചെയ്യും. ഓക്കെ, അതുകൂടാതെ നിങ്ങൾക്ക് അലയൻസ് പ്രോഗ്രാമുകൾ കണ്ടക്ട് ചെയ്തുകൊണ്ട് അതുവഴി നിങ്ങൾക്ക് ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് സെല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 3 ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ചെയ്യുന്നു. നിങ്ങൾ അലയൻസായിട്ട് ഒരു 5 മെമ്പേഴ്സായിട്ട് അലയൻസ് ചെയ്തുകൊണ്ട് 3 ഡേ ഓറിയൻറ്റേഷൻ പ്രോഗ്രാം ഡെയിലി 2 മണിക്കൂർ അല്ലെങ്കിൽ ഫുൾ ഡേ പ്രോഗ്രാം നിങ്ങൾ കണ്ടക്ട് ചെയ്യുന്നു. ആ ദിവസത്തിൻ്റെ അവസാനം പ്രോഗ്രാമിൻ്റെ അവസാനം നിങ്ങൾക്ക് നിങ്ങളുടെ അഡ്വാൻസ്ഡ് പ്രോഗ്രാമുകൾ സെല് ചെയ്യാം. ഫോർ എക്സാമ്പിൾ 1 മന്ത് പ്രോഗ്രാം അല്ലെ 6 മന്ത് പ്രോഗ്രാം അല്ല 1 ഇയർ പ്രോഗ്രാമിലേക്ക് 1 lakh rupees, 2 lakhs rupees, 3 lakhs rupees ഈ രീതിയിൽ നിങ്ങൾക്ക് ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് സെല് ചെയ്തുകൊണ്ട് നിങ്ങളുടെ കോച്ചിങ് ബിസിനസ്സിനെ വലിയ രീതിയിൽ ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. അപ്പോൾ ഞാൻ ഒന്നുകൂടെ പറയാം ഏതൊക്കെയാണ് പോയിൻ്റ് എന്നുള്ളത്. ഫസ്റ്റ് പോയിൻ്റ് ബിൽഡ് അലയൻസ് ക്രിയേറ്റ് ചെയ്യുക. സെക്കൻഡ് പോയിൻ്റ് ഓട്ടോമേഷൻ അപ്ലൈ ചെയ്യുക. തേർഡ് പാർട്ണർ പ്രോഗ്രാം ഇൻട്രൊഡ്യൂസ് ചെയ്യുക. 4 ഫ്ലൈവീൽ അപ്ലൈ ചെയ്യുക. ലാസ്റ്റ് പോയിൻ്റ് ഹൈ ടിക്കറ്റ് പ്രോഡക്റ്റ് സെല് ചെയ്യുക. അപ്പോൾ ഈ ഒരു 5 പോയിൻ്റ് നിങ്ങൾ ശ്രദ്ധിക്കുകയാണെന്നുണ്ടെങ്കിൽ അപ്ലൈ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങളുടെ കോച്ചിങ് ബിസിനസ്സിനെ വലിയ രീതിയിൽ ലാഭകരമാക്കി മാറ്റാനായിട്ട് സാധിക്കും. ഓക്കെ, ഒന്നുകൂടെ നിങ്ങൾ ഈ ഒരു ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ പ്രസ് ചെയ്യുകയാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസിലാണ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതായിരിക്കും. മാക്സിമം ആളുകളിലേക്ക് ഈ വീഡിയോ ഷെയർ ചെയ്യുക. നിങ്ങളുടെ വാല്യുബിളായിട്ടുള്ള കമൻറ്റ്സ് താഴെ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. ഓക്കെ, മറ്റൊരു വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ഡേയിൽ കാണാം. താങ്ക്